വിഷയത്തിൽ ഉന്നയിച്ച എന്ന് മുതലാണ് PV അൻവറിന് അത് തോന്നി തുടങ്ങിയിട്ടുള്ളത്? മുസ്ലിം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇത്തരം നടപടികൾ പിന്നെ സ്വീകരിക്കുന്നുണ്ട്. ആർക്കെതിരായിട്ട് അങ്ങനെ സ്വീകരിക്കുന്നത്? അതൊക്കെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗതികളാണ്. പ്രശ്നത്തെ കാതലായ പ്രശ്നം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ പേരിലേക്ക്, സ്ഥലത്തിലേക്ക്, അതിലേക്ക് ചുരുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോണ്ട. ഈ PV അൻവറിന്റെ അറസ്റ്റിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ വലിയ തോതിൽ PV അൻവർ പിന്തുണമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. KPCC പ്രസിഡന്റ് അടക്കം അൻവർ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. രമേശ് ചെന്നിത്തല അടക്കം. അത് ഏത് വിധത്തിലാണ് കാണുന്നത്? അത് പ്രതിപക്ഷം അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കാം. അതത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ പോലീസ് എടുത്തിട്ടുള്ള നടപടി എന്ന് പറയുന്നത് തികച്ചും നീതിപൂർവമായിട്ടുള്ള നടപടിയാണ്. ഒരു ധൃതിയും ഈ കാര്യത്തിലുണ്ടായിട്ടില്ല. ഈ PV അൻവറിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ അടിച്ചു തകർത്തുമായി ബന്ധപ്പെട്ട് അതിലെന്തെങ്കിലും ഒരു പ്ലാൻ, ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് കരുതുന്നുണ്ടോ? ഒരു ഞായറാഴ്ചയായിരുന്നു, അതിൽ അദ്ദേഹം ഒരു ജാഥ നയിച്ചിരുന്നു. അതിലാളില്ലാത്ത സ്ഥിതിയുണ്ട്. അത് ഏതെങ്കിലും രൂപത്തിൽ അവസാനിപ്പിക്കണം. ആ അവസാനിപ്പിക്കുന്നതിന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളൊരു മാർഗമാണിത്. അദ്ദേഹം ഈ CPM വിട്ട് ഒരു DMK സംവിധാനവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആൾ കുറവാണെന്നുള്ള ആ രൂപത്തിൽ തന്നെയാണ് അതിനെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇപ്പം ജയിലിൽ പോകുന്നു, ഇനിയൊരു കരുത്തനായ രാഷ്ട്രീയക്കാരനായി അദ്ദേഹം പുറത്തു വരുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അദ്ദേഹം കരുത്തനായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഉയർന്നു വരും എന്നുള്ളതാണല്ലോ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതുണ്ടായിട്ടില്ലല്ലോ. എന്താണ് ഉണ്ടായതെന്നുള്ളത് കണ്ടിട്ടുണ്ടല്ലോ. ഇതോടുകൂടിയിട്ടുണ്ടാവും. പൂട്ടിക്കിടക്കുന്ന ഒരു സർക്കാർ ഓഫീസ് പൊളിച്ചുകൊണ്ട് ഒരു ജനകീയ നേതാവായിട്ട് മാറുമോ? ഇല്ലല്ലോ. അദ്ദേഹം ഇന്നലെ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, അതായത് ഈ മണി എന്നാൾ മരിച്ച സമയത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നു, ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു സർക്കാരിനെതിരെ AK ശശീന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെയൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ല. പറഞ്ഞല്ലോ ഞാൻ, 25 കിലോമീറ്റർ ഉള്ളിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. സാധ്യമായ കാര്യങ്ങളെല്ലാം അതിനകത്ത് നടന്നിട്ടുണ്ട്. അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ ജാഥ അവസാനിപ്പിക്കണം. അതിന് കണ്ടെത്തിയിട്ടുള്ളൊരു മാർഗം, അല്ലെങ്കിൽ മറ്റുള്ള സമര മാർഗങ്ങൾ സ്വീകരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവമല്ല. ഇതിനു മുമ്പും ഇതിന് സമാനമായിട്ടുള്ള നാട്ടിലിറങ്ങി വന്യമൃഗങ്ങൾ ആക്രമണം നടത്തിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിലെല്ലാം തന്നെ പ്രതിഷേധങ്ങളുണ്ടായിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഷേധം ആദ്യമായിട്ടാണ്. ഈ പ്രതിഷേധങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിയമവാഴ്ച ഇല്ലാതെയാവും, അരാജകത്വത്തിലേക്ക് പോകും. അതിൽ മാതൃകാപരമായി ഒരു MLA സ്വീകരിക്കേണ്ട നടപടി ഇതായിരുന്നില്ല. അതാണ് ഇവിടെ.